അങ്ങനെ അത്ര പാവമൊന്നുമല്ല. നിങ്ങൾ അവനെ അത്ര പാവമാക്കണ്ട. വെറുപ്പും വിദ്വേഷവും ഒക്കെ കൊണ്ട് നടക്കാന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. വീട്ടിലൊക്കെ പറയും ഇൻ ഓൾ കണ്ടീഷൻസ് അൽഹംദുലില്ലാ, പഠിച്ചവനെ സ്തുതിക്കുന്ന. ഈ ഉരുളക്കുപ്പേരി മറുപടികൾ തരാൻ ശരിക്കും ആരാ ബെസ്റ്റ്, സിദ്ദിഖാണോ ലാലാണോ? രണ്ടും കണക്കാ. ആ ജഗദീഷ്, സിദ്ദിഖ്, മുകേഷ് എല്ലാം. ജയറാമത് മോശമാണ്. സുരേഷ് ഗോപി എന്നുള്ള മനുഷ്യനെ അപ്പഹാജ് എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട്? പഞ്ചഭാവ ചെറിയൊരു ബോംബ വെച്ചൊന്നും, പക്ഷെ അത് പൊട്ടിത്തെറിച്ചിട്ട് ആ വള്ളം അങ്ങ് രണ്ടായി പോയിട്ട് ആ തുഴഞ്ഞ ആൾക്കാരൊക്കെ ആ കുട്ടനാട് കായലിൽ പോയിട്ട്, പക്ഷെ എന്തോ ഭാഗ്യത്തിന് അതങ്ങ് പാസ് ചെയ്ത് പോയാലും ഞാനിങ്ങനെ പൊങ്ങി വന്ന് നമുക്ക് പറയാൻ വഴക്കും പറഞ്ഞു, എന്താടാ നീ കാണിച്ചെന്നൊക്കെ പറഞ്ഞേ. മമ്മൂക്കയും അതെ, മോഹൻലാലും അതെ. അവര് ചെയ്യുന്ന വർക്കിൽ അവര് ബാക്കി എല്ലാവരും ടേക്ക് കെയർ ചെയ്യും. അവര് എല്ലാവരും സേഫ് ആയിരിക്കണം, കറക്റ്റായിട്ടുള്ള ഭക്ഷണം കിട്ടണ്ട എന്നൊക്കെ അവർ ശ്രദ്ധിക്കും. ഞാൻ അങ്ങനെ ഈ കോവിഡ് സമയത്ത് എല്ലാ ബിരിയാണിയും പഠിച്ചു. എത്ര ടൈപ്പ് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാമോ? റാവത്തർ ബിരിയാണി ഉണ്ടാക്കും, കൊച്ചി ബിരിയാണി ഉണ്ടാക്കും. അവിടെ ഒരു ചെറിയൊരു ചായക്കട ഉണ്ടായിരുന്നു, അവിടെ ഭയങ്കര ബീഫ്, നല്ല അടിപൊളി ബീഫ് കിട്ടുമായിരുന്നു. എല്ലാ ദിവസവും പോയി പുള്ളിയും എല്ലാവരും കൂടെ പോയി ബീഫ് കഴിച്ചിട്ടാണ് പിന്നെ അടുത്ത സ്ഥലത്തോട്ട് പോകണം. നമ്മൾ പറയും, കിച്ചു നമുക്കിപ്പോൾ എണീറ്റ് നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ മൂത്രമൊഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ ഈ പ്രായത്തിൽ നമുക്ക് സാധിക്കണല്ലേ. ഇവിടം വരെ എത്താതെ എന്തോരം പേര് നമ്മുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. മക്കള് നമ്മൾ ഈ കാണുന്ന സോഷ്യൽ മീഡിയയിൽ ആ പിള്ളേരൊന്നും അല്ല, അവരൊക്കെ ഭയങ്കര കാര്യവിവരമുള്ള പിള്ളേരാണ്, ഒരുപാട് ചാരിറ്റി ചെയ്യണ പിള്ളേരാണ്. ഞാൻ സിനിമയിലുണ്ടായിരുന്ന ആ സമയത്ത്, അപ്പം ഇട്ടിട്ട് പോകേണ്ട ഒരുപാട് അനുഭവങ്ങളുണ്ട്. പ്രതിഫലം ഒന്നും അന്ന് നോക്കിയിട്ടൊന്നുമില്ല, തന്നത് വാങ്ങിക്കും. അതിനുവേണ്ടി ആരുടെ അടുത്ത് വഴക്ക് ഇതുവരെയും പിടിച്ചിട്ടില്ല. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ ജോഷി സാറുടെ മുറിയിൽ വാതിൽ കൊട്ടാതെ കയറി ചെല്ലാൻ സ്വാതന്ത്ര്യമുള്ള ഒരാൾ. സിനിമയിൽ നിന്ന് മാസങ്ങൾ വിട്ടുപോയാൽ ഒരാളെ മറന്നു പോകുന്ന ശീലമുള്ള സിനിമാ രംഗത്ത് വർഷങ്ങളായിട്ട് സിനിമ ചെയ്യാതിരുന്നിട്ടും എല്ലാവരുമായിട്ടും ഒരേപോലെ ഒരേ അളവിൽ സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സംതൃപ്ത മനുഷ്യൻ. അങ്ങനെയാണ് അപ്പഹാജിയെ പറ്റി പലപ്പോഴും തോന്നിയിട്ടുള്ളത്. നമസ്കാരം. എന്താ ഈ തൃപ്തിയുടെ കാര്യം? എപ്പോഴും ഭയങ്കര സമാധാനവും തൃപ്തിയുമാണ്. സാധാരണ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾക്ക് ഈ ഒന്നില്ലെങ്കിൽ റോളുകൾക്കുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പല രീതിയിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റുകൾ, അല്ലെങ്കിൽ വാഹനത്തിൽ, വസ്ത്രത്തിൽ, അങ്ങനെ ത്വരയുണ്ടാവും. ഇതങ്ങനെ കണ്ടിട്ടില്ല, എപ്പോഴും വളരെ തൃപ്തിയുണ്ട്. ചേട്ടന് കണ്ടിട്ടുണ്ട്, ബിജു മേനോൻ ചേട്ടന് ഞാൻ ഈ ക്വാളിറ്റി കണ്ടിട്ടുണ്ട്. അങ്ങനെ വളരെ റെയർ ആയിട്ടുള്ള ആളുകൾക്കാണ് ഈ തൃപ്തി. അത് മോശമല്ല, തൃപ്തി ഇല്ലായ്മ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിനൊരു സമാധാനമായിട്ട് ഒരു സ്പിരിച്വലായിട്ടൊക്കെയാണ് ഞാൻ കരുതുന്നത്. ഈ തൃപ്തി എവിടെ നിന്ന് വരുന്നു? കാരണവന്മാര് പറഞ്ഞു തന്നിട്ട് കിട്ടിയിട്ടുള്ളതാന്ന് തോന്നണം. നമ്മളിങ്ങനെ വീട്ടിലൊക്കെ പറയും ഇൻ ഓൾ കണ്ടീഷൻസ് അൽഹംദുലില്ലാ, പഠിച്ചവനെ സ്തുതിക്കുന്നു. അപ്പൊ ഏത് കണ്ടീഷൻ, കാരണം ലൈഫിൽ ഏറ്റക്കുറച്ചിലൊക്കെ വരുമല്ലോ. ഇപ്പൊ എല്ലാത്തിനെയും ഫേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇച്ചിരി സമാധാനമായിട്ടിരുന്നാൽ അത് ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ടെൻഷനായി പോകും. അപ്പൊ അത് ഇങ്ങനെ ചെറുപ്പം മുതലല്ല, ഒരു പീരീഡ് കഴിഞ്ഞപ്പോൾ ശീലിച്ചാന്ന് തോന്നണം. അങ്ങനെയാണ് അത് കയ്യിൽ വന്നത്. ഈ പണത്തിന്റെ വരവും സന്തോഷവും തമ്മിൽ ബന്ധമില്ലേ? അത് എപ്പോഴാണ്, ഏത് വയസ്സിലാണ് തിരിച്ചറിഞ്ഞ്? അത് എനിക്ക് തോന്നുന്നു ബിസിനസ്സിൽ പല ഇത് വന്നിട്ടുണ്ടല്ലോ, പാളിച്ചകൾ സംഭവിച്ചു. പാളിച്ചകൾ വന്നിട്ടുണ്ട്. അപ്പം അതിലൊരു സ്റ്റേജ് വന്നപ്പോഴത്തേക്കും അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് അങ്ങനെ പഠിച്ചത്. അത് മക്കൾക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എന്റെ ഫ്രണ്ട്സിനും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പൈസ കയ്യിലുള്ളതല്ല കാര്യം. പൈസ കയ്യിലുള്ളവർ എന്തോരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യണവരുണ്ട്. ചിലപ്പോൾ മക്കളെ കൊണ്ട് തൃപ്തി ഉണ്ടാവില്ല, ചിലപ്പോൾ ആരോഗ്യം കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഏത് കണ്ടീഷനിലും ഞാനും നമ്മുടെ കൃഷ്ണകുമാർ എപ്പോഴും ഫോണിൽ സംസാരിക്കുമ്പോൾ നമ്മൾ പറയും, കിച്ചു നമുക്കിപ്പോൾ എണീറ്റ് നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ മൂത്രമൊഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ ഈ പ്രായത്തിൽ നമുക്ക് സാധിക്കണല്ലേ. ഇവിടം വരെ എത്താതെ എന്തോരം പേര് നമ്മുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ഇവിടം വരെ എത്തിയല്ലോ, പടച്ചനോട് വരെ എത്തിച്ചല്ലോ. സ്വയം ഭയങ്കര ഗ്രേറ്റ്ഫുൾ അല്ലേ പിന്നെ എല്ലാ കാര്യത്തിലും. പിന്നെ ഈ മക്കളെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കളിയല്ലല്ലോ, അതിലൊക്കെ ഒരു സമാധാനം നമുക്ക് കണ്ടെത്തണമല്ലോ. അങ്ങനെ അതിലൊക്കെ വലിയ സന്തോഷമാണ്. കുറെ ബിസിനസ്സുകൾ ചെയ്തെന്ന് കേട്ടിട്ടുണ്ട്. ഏറ്റവും ലാഭം കിട്ടിയ ബിസിനസ് ഏതാ? അതെനിക്ക് തോന്നുന്നു ഫുട്വെയർ തന്നെയാ. പക്ഷെ ഫുട്വെയർ ഇപ്പം അങ്ങനെ സിറ്റിയിലൊക്കെ നോക്കും. കോവിഡിന് ശേഷമാണ് ഫുട്വെയർ കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയത്. പക്ഷെ പണ്ടത്തെ ഒരു ബിസിനസ് എനിക്ക് തോന്നണല്ല ഇപ്പോഴും എല്ലാ ഫുട്വെയറിലും ഉണ്ട്. കാരണം ഈ ഓൺലൈൻ വന്നപ്പോ
ഇപ്പം സീസണൽ ബിസിനസ്സായി. ഒരു സ്കൂൾ സീസൺ, അല്ലെങ്കിൽ ഒരു ക്രിസ്മസ്, ന്യൂ ഇയർ, അല്ലെങ്കിൽ ഒരു ഓണം, അത് കഴിഞ്ഞ് മിക്കവാറും സിറ്റി കൂടെ ഒക്കെ പോകുമ്പോൾ എല്ലാ ചെരുപ്പ് കടയും ഇങ്ങനെ കാലിയായിട്ടാണ് കിടക്കണേ. അങ്ങനെ കാണാറ്. എനിക്ക് തുണിക്കടയും ഇപ്പൊ അങ്ങനെ ആയെന്ന് തോന്നണം. ഇപ്പൊ പോത്തീസിലൊക്കെ പോകുമ്പോൾ സീസൺ വരുമ്പോൾ ഭയങ്കര, അല്ലെങ്കിൽ അവർ ഓഫർ ഇടും, അങ്ങനെ കണ്ടേക്കണം. പിന്നെ എക്കണോമിക്കലായിട്ട് ഷോപ്പ് ചെയ്യാൻ അതിന് വേണ്ടിട്ട് തന്നെ സെന്ററുകളൊക്കെ വന്നു തുടങ്ങിയല്ലോ. ഇപ്പൊ സുഡിയോ ഒക്കെ പോലെ. അപ്പൊ അവിടേക്കും യൂത്തിന്റെ ഒരു കുത്തൊഴുക്ക് ഇങ്ങനെ വന്നു. ഏറ്റവും നഷ്ടം വന്ന ബിസിനസ് ഏതാ? ഏറ്റവും ഒരിടയ്ക്ക് ഓർപാറ്റ് നമ്മുടെ അജന്ത ക്ലോക്ക് ഇല്ലേ, അവരുടെ ഒരു ഹോം അപ്ലയൻസ് ഇറങ്ങിയായിരുന്നു. അവർ പുതിയതായിട്ട് ഇറക്കിയതാ, പക്ഷെ അവർക്കത് മര്യാദയ്ക്ക് അത് കൊണ്ടു നടക്കാൻ പറ്റിയില്ല. അതില് പോയപ്പോഴത്തേക്കും കുറച്ച് കൈപ്പൊള്ളി. ഇപ്പൊ ബിസിനസ് ചെയ്തിട്ട് പല പാഠങ്ങളും പഠിച്ചിട്ടുണ്ടാവുമല്ലോ. പക്ഷെ ചില ആളുകളൊക്കെ ഉണ്ട്, ഈ ഗുജറാത്തികള്, അവര് ബിസിനസ്സിൽ ഭയങ്കര കിങ് ആണെന്നാണല്ലോ പറയുക. അപ്പൊ അവര് ഇങ്ങനെ കുട്ടികളെ എടുത്തിട്ട് ഒരു ഉയർന്ന സ്ഥലത്ത് കയറ്റി വെച്ചിട്ട് ചാടാൻ പറയുമ്പോൾ പിടിക്കും, പിന്നെയും ചാടാൻ പിടിക്കും, മൂന്നാമത്തോട്ട് ചാടാൻ പറയുമ്പോൾ കൈവിടും, അപ്പം നിലത്ത് വീഴും. എന്നിട്ട് അവർ പറയും മകളുടെ അടുത്ത്, ഇതാണ് മകളെ ജീവിതത്തിലെ ബിസിനസ്സിലും ജീവിതത്തിലും പാലിക്കേണ്ട ഒരു കാര്യം, ആരെയും വിശ്വസിക്കരുത് കണ്ണടച്ചിട്ട് എന്നുള്ളത്. അതുപോലെ ബിസിനസ് ചെയ്ത് പഠിച്ച അങ്ങനെ ജീവിത പാഠങ്ങളുണ്ടോ? ബിസിനസ് ചെയ്ത് ഞാൻ പഠിച്ചു. ബിസിനസ് നമ്മൾ ചെയ്യണമെങ്കിൽ 100% കോൺസെൻട്രേഷൻ വേണം, ഫോക്കസ് ചെയ്യണം. അതിൽ നമ്മുടെ ഇൻവോൾവ്മെന്റ് 100% ഉണ്ടാവണം. അത് ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ, ഞാൻ സിനിമയിലുണ്ടായിരുന്ന ആ സമയത്ത്, അപ്പം ഇട്ടിട്ട് പോകേണ്ട ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മൾ പോയ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ തിരിച്ചു വരുന്നത്. അപ്പോൾ താറുമാറായിട്ടുണ്ടാവും. സിനിമകളുടെ ഇടയിൽ കൃത്യമായിട്ടുള്ള ഇടവേളകളൊക്കെ പലപ്പോഴും വന്നിട്ടുണ്ട്, നീണ്ട ഇടവേളകളൊക്കെ. അപ്പോൾ എന്നിട്ടും ഈ ആളുകളായിട്ടുള്ള സൗഹൃദം നന്നായിട്ടുണ്ട്. അതുകൊണ്ട് സിനിമ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. സിനിമ സംഭവിക്കണില്ലെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഇപ്പം ഞാൻ ആലോചിക്കുന്നത് അവിടെ പ്യുവർ സ്നേഹം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. നമുക്ക് ആളുകൾ ഇഷ്ടമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എഫേർട്ട് എടുക്കണമല്ലോ. അതായത് അവരെ നമ്മൾ വിളിക്കുകയോ അല്ലെങ്കിൽ പോയി കാണുമോ, അല്ലെങ്കിൽ അവരായിട്ട് സംബന്ധിച്ചിട്ട് നമ്മൾ കോമൺ ആയിട്ടുണ്ട് അവിടെ ഒരു സ്ഥലത്ത് ഉണ്ടാവുകയൊക്കെ വേണമല്ലോ. ഇതിന് വേണ്ടി ഒരു എഫേർട്ട് എടുക്കുന്നുണ്ടോ? എഫേർട്ട് എടുക്കുന്നില്ല. അതെങ്ങനെയോ കറങ്ങിത്തിരിഞ്ഞ് വരാറുണ്ട്. ഇപ്പം എവിടെയെങ്കിലും വെച്ച് നമ്മളിപ്പോൾ ജഗ്ഗുനെ ഞാൻ വിളിക്കണം, ജഗദീഷിനെ ഇടയ്ക്ക് ഞാൻ വിളിക്കും, മുകേഷിനെ ഇടയ്ക്ക് വിളിക്കും. മുകേഷിനെ പല സ്ഥലത്തും വെച്ച് കോമൺ ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ എവിടെയെങ്കിലും വെച്ച് കാണാറുണ്ട്. സിദ്ദീഖിനെ വിളിക്കും, വീട്ടിൽ പോകാറുണ്ട്. എൻ്റെ വിളി കണ്ടില്ലെങ്കിൽ എന്നെ ഇങ്ങോട്ട് വിളിക്കും. ജയറാമും എല്ലാം ആയിട്ട്, സുരേഷ് ഗോപിയൊക്കെ ആയിട്ടൊരു ടച്ച് അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ടില്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെ വെച്ച് കാണുമോ വിളിക്കുകയോ ഒക്കെ ചെയ്യും. അതിനുവേണ്ടി എഫേർട്ട് എടുക്കാതെ തന്നെ അത് അങ്ങനെ വന്ന് ചേരണുണ്ട്. പക്ഷെ ഇപ്പോഴൊക്കെ ആളുകൾ ഈ പരസ്പരം റീൽസ് അയച്ചു കൊടുത്തിട്ടും, ഈ ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് അയച്ചു കൊടുത്തിട്ടും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രിപ്പിന് വിളിച്ച് കൊണ്ടുപോയിട്ടൊക്കെയാണ് ഈ സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു വാക്കുണ്ടല്ലോ. ഇപ്പോൾ സാറിൻ്റെ പല അഭിമുഖങ്ങളും എടുത്ത് നോക്കുമ്പോൾ സാറിനെ പറ്റിയിട്ട് ഇപ്പോൾ പല അവസരങ്ങളിലും സാർ എന്നുള്ളൊരു വ്യക്തി എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു സിനിമയിലോ ഒരു കാലഘട്ടത്തിൽ എന്നുള്ളത് വളരെയധികം മനസ്സിലാവുന്നത് പലരുടെയും കഥകളുടെ ഒരു പേരായിട്ട് ഈ അപ്പഹാജ ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരും, അങ്ങനെയാണ്. അപ്പോൾ ഇതിന് അങ്ങനെ ഒരു ഉള്ളിൽ നിന്ന് ഒരു പുഷ് എടുക്കുന്നില്ല, അങ്ങനെ തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ പുഷ് എടുക്കാറില്ല, അങ്ങനെ വന്നിട്ടില്ല. കാരണം അറിഞ്ഞോ അറിയാതെയോ ആ കണക്ഷൻ പിന്നെ എവിടെങ്കിലൊക്കെ വെച്ച് ഇങ്ങോട്ട് വരും. 2 ദിവസം മുമ്പ് മനോജ് കെ ജയൻ വിളിച്ചിരുന്നു. അപ്പൊ അങ്ങനെ എത്രയോ ഗ്യാപ്പ് ഉണ്ടെങ്കിലും അത് വിളിക്കുന്നുണ്ട്. അവരൊക്കെ അങ്ങോട്ടും വിളിക്കാറുണ്ട്. മറുപുറത്തിലാണ് മനോജിനെ ഫസ്റ്റ് പരിചയപ്പെട്ടത്. പക്ഷെ ആ സൗഹൃദം ഇപ്പോഴും ഉണ്ട്. ട്രിവാൻഡ്രത്ത് വരുമ്പോൾ മനോജ് എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുമായിരുന്നു, അവിടെ നിന്ന് ഷൂട്ടിന് പോകുമായിരുന്നു. അപ്പം അങ്ങനെ ഓരോരുത്തരെടുത്ത് നോക്കി അങ്ങനെ ഓരോ അനുഭവങ്ങളുണ്ട്. ഈ സൗഹൃദങ്ങൾ എപ്പോഴും വിട്ടുപോയിട്ടുണ്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്? ഇല്ല. അങ്ങനെ വന്നിട്ടില്ല. ഇപ്പൊ കൂട്ടുകാരുടെ ഇടയിൽ ഉണ്ടാവുന്ന കളിയാക്കലുകള്, അത് ഈഗോ ഹർട്ട് ആവാതിരിക്കുക, അല്ലെങ്കിൽ കൂട്ടുകാർ, എനിക്കത് ഇഷ്ടമാണ് കളിയാക്കപ്പെടുന്നത്. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. കാരണം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മൾ ചിരിക്കണം. വെറുതെ ഇരിക്കുമ്പോൾ ഇവരുടെ കൂടെ ഇരുന്ന തമാശ പറഞ്ഞാൽ ചിലപ്പം കളിയാക്കലിൽ അതൊക്കെ പെടും, എല്ലാം വരും. കാരണം അങ്ങനെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യണമല്ല, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ. പക്ഷെ അതിലൊരു തമാശ മാത്രം നമ്മൾ എടുക്കുക, ബാക്കിയുള്ളത് കളഞ്ഞേക്കുക. സത്യം പറഞ്ഞ ഈ പ്രതിഫലത്തിനേക്കാൾ കൂടുതലേ ശരിക്കും പണ്ട് ഇപ്പൊ ഈ സംഘത്തിന്റെ സമയത്ത് ഷൂട്ടിങ്ങിന് പോയിരുന്നത്, മഹായാനത്തിന്റെ സമയത്തൊക്കെ ഷൂട്ടിങ്ങിന് പോയിരുന്നത് ശരിക്കും ഇവരായിട്ടൊക്കെ ചില്ല് ചെയ്യാൻ കൂടിയിട്ടായിരുന്നു. കോട്ടയം കുഞ്ഞച്ചനാണെങ്കിലും സംഘമാണെങ്കിലും അവിടെ പോയി ആ ഷൂട്ടിന്റെ സമയത്തുള്ള ഒരു എൻജോയ്മെന്റ് ഉണ്ടല്ലോ. അല്ലാതെ പ്രതിഫലം ഒന്നും അന്ന് നോക്കിയിട്ടൊന്നുമില്ല, തന്നത് വാങ്ങിക്കും. അതിനുവേണ്ടി ആരുടെ അടുത്ത് വഴക്ക് ഇതുവരെയും പിടിച്ചിട്ടില്ല. വണ്ടിച്ചെക്കുകൾ ഉണ്ടായിട്ടുണ്ടോ? വളരെ റയറായിട്ട് എന്തോ 1-2 അത്രേ ഉള്ളൂ. പക്ഷെ ഇത്രയും സ്വീറ്റായ ആളുകൾ അത് മുതലെടുക്കില്ലേ?
അല്ല, ഞാൻ അങ്ങനെ അധികം പടങ്ങൾ ചെയ്തിട്ടില്ല. എത്രയോ കൊല്ലം മാറി നിൽക്കണം. അല്ലല്ല, പടങ്ങളുടെ കാര്യം വിട്ടേക്കും. അല്ലാതെയും ഭയങ്കര സൗമ്യൻ, ഭയങ്കര പാവം പിടിച്ച മനുഷ്യൻ. ആളുകൾ അത് ഉപയോഗിക്കില്ലേ? അങ്ങനെ അത്ര പാവമൊന്നുമല്ല. നിങ്ങൾ അവനെ അത്ര പാവമാക്കണ്ട. അത്ര പാവമൊന്നുമല്ല. പക്ഷെ കഴിയുന്നതും വഴക്കുകളില്ലാതെ പോകാൻ നോക്കും. സാമർത്ഥ്യമുണ്ട് സ്വയം. വഴക്കാരെങ്കിലും തമ്മിൽ ഉണ്ടെങ്കിലും അത് മാറ്റാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അതിൽ ഇടപെട്ട് മാറ്റാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. സമാധാനപ്രിയനാ ബേസിക്കലി. അതില്ലാതെ നമുക്ക് ജീവിക്കാൻ വലിയ പാടല്ലേ. ഇല്ലെങ്കിൽ നമ്മൾ ഇതും കൊണ്ട് നടക്കണ്ടേ, ഈ വെറുപ്പും വിദ്വേഷവും ഒക്കെ കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവൂല. വീട്ടിൽ ചെന്ന് കയറുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും ആ സമാധാനത്തോടെ പോകണമെങ്കിൽ ഒരു സുഖമല്ലേ. അപ്പൊ ഇപ്പൊ ഒരാളായിട്ട് തർക്കം ഉണ്ടായെന്ന് വിചാരിക്കുക. അപ്പം അതിന് ഇപ്പൊ നമ്മുടെ ഭാഗത്താണ് ശരിയെന്ന് വിചാരിക്കുക. എന്നിട്ട് അയാൾ ഇങ്ങനെ തർക്കിച്ചോണ്ടിരിക്കുക. അപ്പൊ അയാളോട് തർക്കിക്കൊക്കെ ചെയ്യും. തർക്കിക്കൊക്കെ ഉണ്ടല്ലേ? തർക്കിക്കൊക്കെ ചെയ്യും. പക്ഷെ തർക്കിച്ച് കഴിഞ്ഞോണ്ട് അതുകൊണ്ട് വഴക്കില്ല. അതവിടെ തീരെയാണ്. അതവിടെ തീർന്ന് പിന്നെയും അതിന്റെ അടുത്ത പരിപാടി. ഇപ്പൊ ആരെങ്കിലും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ പിറ്റേ ദിവസം ഞാൻ ഫോൺ വിളിക്കും. അവർ പോലും പ്രതീക്ഷിക്കില്ല എന്റെ ഒരു ഫോൺ വിളി വരും. തർക്കിച്ചാണല്ലോ പിരിഞ്ഞത്. പക്ഷെ അങ്ങനെ ഫോൺ വിളിച്ച് അത് തീർക്കും അപ്പൊ തന്നെ. ഇത് ബിസിനസ് ടാക്ടിക്സ് ആയിട്ട് വരുന്നതാണോ അതോ ഒരു സ്വഭാവമായിട്ട് വന്നതെന്ന് തോന്നുന്നു എനിക്ക്. എനിക്ക് തോന്നുന്നു എന്റെ ഫാദർ അങ്ങനെയായിരുന്നു. എന്റെ ഫാദറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഇതേപോലത്തെ സ്വഭാവം കേട്ടിട്ടുള്ളത് സിദ്ദിഖയ്ക്കും കൂടിയാണ്. സിദ്ദിഖിലല്ല സിദ്ദിഖ. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഇവനെ വഴക്കുണ്ടാക്കൂലല്ലോ. ഒട്ടും വഴക്കുണ്ടാക്കില്ല എന്നും കേട്ടിട്ടുണ്ട്. എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തെ ഒന്ന് മീറ്റ് ചെയ്യണം. ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ ഒരു ചോദ്യം അദ്ദേഹത്തിന്റെ ഒരു പുസ്തക പ്രകാശനം ഒരു ചടങ്ങ് നടന്നപ്പോൾ സെൻട്രൽ സ്ക്വയർ മാളിൽ വെച്ചിട്ട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ വലിയ ഫാനാണ്. അദ്ദേഹത്തിന് ഇപ്പോഴും മലയാള സിനിമ കൊടുക്കേണ്ട ഒരു റെസ്പെക്ട് കൊടുത്തിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഗോഡ് ഫാദറിന്റെ ഒക്കെ ഒരു തുല്യ ശില്പിക്ക് കൊടുക്കേണ്ട ആ ഒരു ബഹുമാനം പടങ്ങൾ എന്ന് പറഞ്ഞാൽ അതെ അതെ അതെ. അപ്പം അത് കൊടുത്തിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിനോട് എനിക്ക് സംസാരിക്കണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ജീവിതത്തിലെ പല കാര്യങ്ങളും നേരിട്ട വിധമൊക്കെ എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. അപ്പോൾ അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു അഭിമുഖം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിലിങ്ങനെ ഒരു 100 നല്ല കമന്റ് ഉണ്ടെങ്കിൽ അത് ആലോചിച്ചിട്ട് എനിക്ക് സന്തോഷം തോന്നാറില്ല. ഒരു മോശം കമന്റ് ഉണ്ടായിരിക്കും. അതാലോചിച്ച് ഞാൻ എന്തായിരിക്കും അവ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക, അപ്പൊ അവനെ എങ്ങനെ തിരുത്തി പറയിപ്പിക്കാന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അത് ഭയങ്കര തോട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സിദ്ദിഖയുടെ കൂടെ ട്രാവൽ ചെയ്തിട്ട് അദ്ദേഹത്തിലൊരു നന്മയായിട്ട് എപ്പോഴും തോന്നിയിട്ടുള്ളത് ക്ഷമ അല്ലേ? പിന്നെ ആര് വിളിച്ചു ചോദിച്ചാലും അതിലൊരു വേഷം ഉണ്ടെങ്കിൽ പുള്ളി കൊടുക്കാൻ ശ്രമിക്കും. ആര് വിളിച്ചു ചോദിച്ചാലും നോക്കാട്ടെ എന്ന് പറഞ്ഞ പുള്ളി അത് ഞാൻ സംസാരിച്ചിരിക്കണ എല്ലാവരും അങ്ങനെ പറഞ്ഞു. പുള്ളി വിളിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടേക്കണേ. വളരെ റെയറായിട്ട് മാത്രമേ ചിലവരെ ചിലപ്പോൾ വേഷം ഇല്ലാഞ്ഞിട്ടായിരിക്കും. പക്ഷെ പുള്ളി അത് വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി ഇൻക്ലൂഡ് ചെയ്യും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ 2-3 ഫ്രണ്ട്സ് അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിളിച്ചിട്ടാ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്ത് പുള്ളി എന്നെ വിളിച്ചു വേഷമുണ്ടെന്ന് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ. ഈ ഉരുളക്കുപ്പേരി മറുപടികൾ തരാൻ ശരിക്കും ആരാ ബെസ്റ്റ്, സിദ്ദിഖാണോ ലാലാണോ? രണ്ടും കണക്കാ. ജഗദീഷ്, സിദ്ദിഖ്, മുകേഷ് എല്ലാം. ജയറാം മോശമാണ്. എല്ലാരും. ഈ കഥ ഉണ്ടാക്കാൻ ആരാ ബെസ്റ്റ്? എങ്ങനത്തെ തമാശയാ? അതായത് ഇപ്പൊ അപ്പഹാജിക്ക് ഒരു അബദ്ധം പറ്റി, അതിനെ പറ്റി ഒരു കഥ ഉണ്ടാക്കി ഫലിപ്പിക്കാൻ ആരാ ബെസ്റ്റ്? ജയറാം, ജഗദീഷ്, മുകേഷ് എല്ലാരും കണക്കാ. ഷാഫി, റാഫി അവരൊക്കെ ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ആൾക്കാരാ. ഏറ്റവും അധികം അപ്പഹാജ് ഉപയോഗിച്ചു ആ വിധത്തിൽ എന്ന് അപ്പഹാജിക്ക് തോന്നിയിട്ടുള്ളത് ഏത് വിധത്തില്? ഇങ്ങനെ കഥ ഉണ്ടാക്കി പറഞ്ഞതിൽ വിജയിച്ചു എന്ന് തോന്നിയിട്ടുള്ള ആരാ? അതെനിക്ക് തോന്നുന്നു മുകേഷ് ഒക്കെ തന്നെ. നമ്മള് പോലും ചെറിയൊരു ഇൻസിഡന്റ് ഉണ്ടാവും, പക്ഷെ അതിൽ നിന്ന് പുള്ളിയെ ഇന്റർവ്യൂ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളെ പറ്റി പറയണത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനങ്ങൾ അതിൽ അടിച്ചു കയറ്റും. അത് മുകേഷ് തന്നെ ആയിരിക്കും. മലയാള സിനിമയിൽ അങ്ങനെ ഒരു പറച്ചിലുണ്ട്. അതായത് മുകേഷ്, ജഗദീഷ്, അപ്പഹാജ, ഗണേഷ്, അശോകൻ ഇവരൊക്കെ ആഘോഷിച്ച പോലെ യുവത്വം മലയാള സിനിമയിൽ അങ്ങനെ ആളുകൾക്ക് ആഘോഷിക്കാൻ പറ്റില്ല. ഇൻ ടേംസ് ഓഫ് പാർട്ടി അല്ലെങ്കിൽ മറ്റേ കളിയാക്കലുകൾ, ട്രിപ്പുകൾ, സന്തോഷം, അവസരങ്ങൾ, പലപ്പോഴും ഇങ്ങനെ കൂട്ടം ചേർന്നിട്ടുള്ള സിനിമകളും ആ സമയത്ത് കുറെ ഉണ്ടായിട്ടുണ്ടല്ലോ. അതായത് 4 ചെറുപ്പക്കാർ അങ്ങനത്തെ സിനിമകളും ഉണ്ടായിട്ടുണ്ടല്ലോ. ഏറ്റവും ജീവിതത്തിൽ ആ വിധത്തിൽ സൗഭാഗ്യം അനുഭവിച്ചിട്ടുണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. സംഘം, കോട്ടയം കുഞ്ഞച്ചൻ, ഹരിഹർനഗർ ഈ 3 പടവും അങ്ങനെ തന്നെ ആയിരുന്നു. ഇവരെല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അതിങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത സിനിമയാണ്. അത് സംഘത്തിന്റെ ഫസ്റ്റ് പാർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഫസ്റ്റ് ഇന്റർവെൽ വരെയുള്ള സീൻസ് ഭയങ്കര ഒരു എൻജോയ് ചെയ്ത ഒരു സിനിമയാണ്. നമുക്ക് ട്രിപ്പ്, നിങ്ങൾ പറഞ്ഞ ഒരു ട്രിപ്പ്, കൊടൈക്കനാൽ പോയി, ഞങ്ങള് ചെന്നൈയിൽ പോയി, പിന്നെ കുട്ടനാട് ആ വഞ്ചി സംഘത്തില് വള്ളം പൊട്ടിത്തെറിക്കുന്ന സീനൊക്കെ ഇല്ലേ, അതെനിക്ക് തോന്നുന്നു ചെറിയൊരു ബോംബ വെച്ചോന്നു. പക്ഷെ അത് പൊട്ടിത്തെറിച്ചിട്ട് ആ വള്ളം അങ്ങ് രണ്ടായി പോയിട്ട് ആ തുഴഞ്ഞ ആൾക്കാരൊക്കെ
ആ കുട്ടനാട് കായലിൽ പോയിട്ട്, കായലല്ലേ അത് കുട്ടനാട്, അതിൻ്റെ അകത്ത് പോയിട്ട് അവരുടെ കുടുംബക്കാരൊക്കെ കരയിൽ നിൽപ്പുണ്ടായിരുന്നു. അവരൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി കളഞ്ഞു. പക്ഷെ എല്ലാവരും നീന്തി രക്ഷപ്പെട്ട് ഇങ്ങോട്ട് പോകുന്നു. എനിക്കും ആ സമയത്തൊരു ആക്സിഡന്റ് പറ്റുണ്ടായിരുന്നു. ആ ഒരു പാട്ട് സീനിൽ മമ്മൂക്ക വലിയൊരു വള്ളം തുഴയാൻ നമ്മൾ ഈ താറാവിനെയൊക്കെ കൊണ്ടു നടക്കുന്നത് ഒതുമ്പ് വെള്ളമല്ലേ, ഒരു ബാലൻസ് ഉണ്ടാവില്ല. അത് ഇത്രയുള്ള ആ വെള്ളം, കാലം ജസ്റ്റ് നീട്ടി വെക്കാം. അപ്പൊ ഇത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോകുമ്പോൾ ഞാനിങ്ങനെ കൈവച്ച് ഇങ്ങനെ തുഴഞ്ഞു പോകുമ്പോഴത്തേക്ക് ഇതിന്റെ ഭയങ്കര പ്രഷർ, ഈ വെള്ളം ഇങ്ങനെ വലിച്ചിങ്ങനെ എടുക്കും, എന്നെ കൊണ്ട് അടിച്ച് താഴത്തോട്ട് കൊണ്ടുപോയി കളഞ്ഞു. ഞാനിങ്ങനെ വെള്ളത്തിന്റെ അടി നിൽക്കുമ്പോൾ ഈ സാധനം മുകളിൽ കൂടെ പോണ കാണാൻ, വലിയ വെള്ളമല്ലേ, എത്ര 100 അടി, എന്താണ് 100 അടിയുടെ മുകളിലുണ്ടെന്ന് തോന്നുന്നത്. അങ്ങനെ ബ്ലേഡ് പോലെ ഇങ്ങനെ പോകും, അടിഭാഗം ഇങ്ങനെ ബ്ലേഡ് പോലെ ഇരിക്കണേ. പക്ഷെ നമ്മളിങ്ങനെ പുള്ള് ചെയ്യുമത്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അതങ്ങ് പാസ് ചെയ്ത് പോയാലും ഞാനിങ്ങനെ പൊങ്ങി വന്ന് നമുക്ക് പറയാൻ പഴക്കം പറഞ്ഞു, എന്താടാ നീ കാണിച്ചെന്നൊക്കെ പറഞ്ഞേ. അതായത് അങ്ങനെ ഒരു കൺസേൺ വളരെ ജെന്യുവൻ ആയിട്ട് തന്നെ ഉണ്ടല്ലേ. അതായത് ഈ വലിയേട്ടൻ ഇമോഷൻ നാച്ചുറൽ ആയിട്ടുള്ള ഒരാളാണ്. അത് എനിക്കാണ് മമ്മൂക്കയോ അതെ മോഹൻലാലും അതെ, അവര് ചെയ്യുന്ന വർക്കില് അവര് ബാക്കി എല്ലാരും ടേക്ക് കെയർ ചെയ്യും. ആ കൺസേൺ ഉണ്ട്. അവര് എല്ലാരും സേഫ് ആയിരിക്കണം, കറക്റ്റ് ആയിട്ടുള്ള ഭക്ഷണം കിട്ടണ്ട എന്നൊക്കെ അവര് ശ്രദ്ധിക്കും. ഈ മമ്മൂക്ക ഈ സെറ്റിൽ ബിരിയാണി വിളമ്പുന്ന ഒരു ട്രഡീഷൻ ഇപ്പൊ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഞാനുള്ളപ്പോഴൊന്നും അങ്ങനെ തന്നിട്ടില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ബിരിയാണി വിളമ്പണ സംഭവം ഒന്നും എനിക്ക് ആ ഒരു ചാൻസ് എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്കതും പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി, മമ്മൂട്ടി കമ്പനി തുടങ്ങിയപ്പോഴാണ് കുറച്ചുകൂടി ചെയ്യാൻ തുടങ്ങുന്നത്. യൂട്യൂബിലൊക്കെ കാണാറുണ്ട് അങ്ങനെ പുള്ളി വിളമ്പണതൊക്കെ. നൗഷാദൊക്കെ ഉള്ള സമയത്ത്, പ്രൊഡ്യൂസർ നൗഷാദൊക്കെ ഉള്ള സമയത്ത്. അദ്ദേഹം എപ്പോഴാണ് ഭയങ്കര ഫിറ്റ്നസ് ഫ്രീക്ക് ആവാൻ തുടങ്ങിയത്? അതായത് എല്ലാ ഭക്ഷണവും കുറച്ചേ കഴിക്കുള്ളൂ, അങ്ങനെ മൂക്ക് മുട്ട ഭക്ഷണം കഴിക്കില്ല, ഇപ്പൊ പച്ചക്കറികൾ കഴിക്കുള്ളൂ, അങ്ങനെ ഭയങ്കര ഹെൽത്ത് ഫ്രീക്ക് ആവാൻ തുടങ്ങിയത് ഏത് സമയം തൊട്ടാണ് ഓർമ്മയുണ്ടോ? ഞാൻ സൈനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങള് ഹോട്ടലിൽ നിന്ന് ഒരുപാട് ദൂരമാണ് ഈ ലൊക്കേഷൻ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ പുറയിൽ വണ്ടി, അവിടെ ഒരു ചെറിയൊരു ചായക്കട ഉണ്ടാവും. അവിടെ ഭയങ്കര ബീഫ്, നല്ല അടിപൊളി ബീഫ് കിട്ടുമായിരുന്നു. എല്ലാ ദിവസവും പോയി പുള്ളിയും എല്ലാവരും കൂടെ പോയി ബീഫ് കഴിച്ചിട്ടാണ് പിന്നെ അടുത്ത സ്ഥലത്തോട്ട് പോകണത്. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ പുള്ളി കൊളസ്ട്രോൾ ഒന്ന് നോക്കിയപ്പോൾ 400 ജില്ലാനത്ത് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷമൊക്കെ പിന്നെ ഡയറ്റ് പിടിച്ചിട്ടുണ്ടാവില്ലേ? പണ്ട് മുതലേ ഡയറ്റ് ഒക്കെ നോക്കണ ആളാന്ന് തോന്നുന്നു, എക്സസൈസും വർക്കൗട്ടും ഒക്കെ ചെയ്യുന്ന ആളാണ്. എങ്ങനെ സ്വയം ഡയറ്റും വർക്കൗട്ടും ഒക്കെ? ആരെ ഡയറ്റ് എനിക്ക് ഭയങ്കര വീക്ക്നെസ് ആണ്. എന്നുവെച്ചാൽ ഭക്ഷണം വീക്ക്നെസ് ആണ്, ഡയറ്റ് അല്ല. ഡയറ്റ് പൊട്ടിക്കാന്നുള്ളത്. ഞാൻ 87-ലാന്ന് തോന്നുന്നു ജാലകം, 85-ലാണ് എന്നും കണ്ണേട്ടെ, 87 ജാലകം, അങ്ങനെയാണ് ജഗദീഷിനെ ഫസ്റ്റ് മീറ്റ് ചെയ്യണം. അപ്പൊ ട്രിവാൻഡ്രത്തൊക്കെ ഈ ഡബിങ്ങിനും ട്രിവാൻഡ്രത്ത് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ജഗദീഷ് എന്നെ വീട്ടിൽ വിളിച്ചോണ്ട് പോകും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക്. ജഗദീഷ് വൈഫുണ്ട്, വൈഫിന്റെ മദർ സ്കൂളിലൊരു പ്രിൻസിപ്പൾ ആയിരുന്നു. അപ്പൊ അവിടുത്തെ ഭക്ഷണം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ചെറിയ മീനുകൾ, ഈ നത്തോലി പോലത്തെ മീനുകൾ, കൊഴുവല്ല, കൊഴുവ ഇവിടെ ട്രിവാൻഡ്രത്ത് അധികം കിട്ടില്ല, എറണാകുളത്ത് കിട്ടും. നത്തോലിയാണ് നത്തോലിയാണ് ഇവിടെ മെയിൻ. ആ ചെറിയ മീനിൽ വെച്ച് നല്ല ടേസ്റ്റുള്ള ഭക്ഷണം. ഞാൻ തിരുവനന്തപുരത്ത് കുറെ പേര്, ഇപ്പൊ സുരേഷ് ഗോപിയുടെ വീട്ടിലാണെങ്കിൽ പോയി ഭക്ഷണം കഴിക്കുമായിരുന്നു. കൃഷ്ണകുമാറിന്റെ അമ്മ ഭയങ്കരമായിട്ട് അവര് പ്രത്യേക രീതിയിലാണ് ആ തൈര് ഉറ ഒഴിക്കണതും, ആ തൈര് മാത്രം മതി. പിന്നെ വെജിറ്റേറിയൻ ഫുഡ് അവര് 2-3 കറികളുണ്ട് അവരുടെ സ്ഥിരം. പായസം ആണെങ്കിലും ഗംഭീരമായിട്ട് ഉണ്ടായിരുന്നു. കിച്ചൂടെ അന്നാണ് ഞാൻ ഫസ്റ്റ്, എനിക്ക് തോന്നി അരിപ്പായസം, പാൽ അടപ്രഥമൻ എന്നാണ് അതിന് പറയുന്നത്. അട വേറെയാണ്, അട വേറെ. ഈ അരി വെച്ചിട്ടുണ്ടാക്കിയ പായസം കൃഷ്ണകുമാറിന്റെ അമ്മ തന്നിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തേക്കണത്. പിന്നെ ഈ തൈര് അതൊരു പ്രത്യേക ഇങ്ങനെ ബ്ലോക്ക് പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം, അങ്ങനെ ഉറ ഒഴിക്കണ രീതിയാന്ന് തോന്നുന്നു. ഞാനും എറണാകുളത്ത് നിന്ന് ഈ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞാൽ, എറണാകുളത്ത് ഞാനും മുകേഷിനോട് ട്രിവാൻഡ്രം വന്നപ്പോൾ കൊല്ലത്തിറങ്ങി മുകേഷിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ലാലേട്ടന്റെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്, മമ്മൂക്കയുടെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. ഭൂമിരാജകുമാരുടെ ടൈമിൽ കുക്ക് ചെയ്ത ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ കേട്ടിട്ടുണ്ട് വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് ഇപ്പൊ ഈ റാവുത്തർ ബിരിയാണി പഠിക്കുക, അല്ലെങ്കിൽ വേറെ. ഞാൻ അങ്ങനെ ഈ കോവിഡ് സമയത്ത് എല്ലാ ബിരിയാണിയും പഠിച്ച്. എത്ര ടൈപ്പ് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാമോ? റാവുത്തർ ബിരിയാണി ഉണ്ടാക്കും, കൊച്ചി ബിരിയാണി ഉണ്ടാക്കും. കൊച്ചി നമ്മുടെ വലിയ ബസ്മതി റൈസ് ആണ്, ക്ലാസിക് എന്ന് പറഞ്ഞിട്ട് റൈസ് ആണ് യൂസ് ചെയ്യണത്. ആ ബിരിയാണി ഉണ്ടാക്കും. ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കും.
പിന്നെ ഈ നമ്മുടെ കോഴിക്കോടൻ ബിരിയാണി ഉണ്ടാക്കും. ജീരകശാല അരിയുടെ ജീരകശാല എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൈമ എന്നാണ് ഇപ്പൊ പറയുന്നത്. കൈമ, ജീരകശാല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പൊ കൈമ എന്നാണ് പറയുന്നത്. ഇതിലേതാ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ്? അല്ല, അത് നമുക്ക് 2 ദിവസം ഒരെണ്ണം കഴിച്ചാൽ 3-ാമത്തെ ദിവസം മറ്റേത് കഴിക്കാനേ തോന്നുള്ളൂ. എല്ലാം ഫേവറേറ്റാ. ഇപ്പൊ 2 ദിവസം നമുക്ക് കൊച്ചു ബിരിയാണി കഴിച്ചാൽ പിന്നെ അടുത്ത ദിവസം നമുക്ക് വേറൊരു ബിരിയാണി കഴിക്കാനുള്ള ഫീല് വരും. ഓക്കെ. ബാച്ചിലേഴ്സിന് ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന മടിയൻ ബിരിയാണി ഇതിലേതാണ്? അല്ല, ഞാനിപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോഴേ, ഈ ട്രിപ്പ് പോകണത് കൂടുതലും കുട്ടിക്കാനത്താണ് പോണത്. അവിടേക്ക് പോകുമ്പോൾ അവിടെ കുക്കിങ്ങിനുള്ള സൗകര്യം ഉണ്ടാവും. ഫ്രണ്ട്സൊക്കെ കൂടുതൽ ഹെൽപ്പ് ചെയ്ത് തരും, പാത്രം കഴുകാനാണെങ്കിലും കട്ട് ചെയ്യാനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ബിരിയാണി അങ്ങനെ എല്ലാം ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളൂ. അതായത് പ്രത്യേകിച്ച് അങ്ങനെ അധ്വാനിക്കാനൊന്നും വയ്യാത്തൊരു ചെറുപ്പക്കാരൻ, അങ്ങനത്തെ ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണി എന്തായിരിക്കും? ഇത് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം ഈസി ആയിട്ട് ഫീൽ ചെയ്യാറുള്ളൂ. അവര് പറയും എടാ ഇന്ന് ഇങ്ങനത്തെ മതി എന്ന് അങ്ങനെ ചെയ്തു കൊടുക്കും. നമുക്കൊന്നും സ്കോപ്പില്ല. എന്താണത്? ഞങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞങ്ങളത് ചോദിച്ചത്. അല്ല, എല്ലാം ഈസിയാണ്. കൊച്ചു ബിരിയാണി ആണെങ്കിലും ഇപ്പൊ കാലിക്കറ്റിലെ ബിരിയാണി നമുക്ക് കാലിക്കറ്റ് ബിരിയാണി ഒന്ന് പറഞ്ഞു. കാലിക്കറ്റ് ബിരിയാണി പറയുകയാണെങ്കിൽ നമ്മള് ആദ്യം ചിക്കൻ എല്ലാം പച്ചക്കാണ്. ചിക്കൻ ഒരു കോഴി ഒരു 14 കഷ്ണമായിട്ട് കട്ട് ചെയ്യുക, 2-300 ഒക്കെ. അതിൽ ഉപ്പിടുക, മഞ്ഞപ്പൊടി ഇടുക, അവരുടെ ഒരു ബിരിയാണി മസാലയുണ്ട്. അധികം സാധനങ്ങളൊന്നുമില്ല, പട്ട, കറിയാമ്പ്, ഏലക്ക, ജാതിപത്രി, ജാതിയുടെ മറ്റേ നട്ട്മഗ് എന്താണ് അത്, അതെല്ലാം കുറച്ച് എടുത്തുനിന്ന് പൊടിച്ചിട്ട് ആ മസാല, ഏലക്ക, അതിനൊക്കെ ഒരു അളവുണ്ടല്ലോ, നമുക്ക് കൈപ്പിടിയിൽ ഇങ്ങനെ ഇടും. സവാള, വെളിച്ചെണ്ണ, മല്ലിയില, പുതിന, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചതയ്ക്കും. അത് പുരട്ടി അങ്ങനെ വെക്കും, മാരിനേറ്റ് ചെയ്ത് വെക്കും. ഉപ്പ് കറക്റ്റ് ആകുക, എരിവ് കറക്റ്റ് ആകുക, ഇഞ്ചി വെളുത്തുള്ളി അതിന്റെ ഒരു ഇതുണ്ടല്ലോ, ഉപ്പും പുളിയും എരിവുമാണ് ഇതിന്റെ മെയിൻ കറക്റ്റ് ആകേണ്ടത്. മുളകും എരിവ് എന്ന് പറയുന്നതാണല്ലോ മുളക്. എന്നിട്ട് അത് മാരിനേറ്റ് അങ്ങ് വെക്കുക. കുറേ നേരം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കൈമയാണ് സാധാരണ യൂസ് ചെയ്യണം അതിന്. കാലിക്കറ്റ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് അതിൽ കറക്റ്റായിട്ട് ഉപ്പ് കറക്റ്റ് ചെയ്യുക. അത് ഒരു പാത്രം അരിയാണെങ്കിൽ, ഒരു കപ്പ് അരിയാണെങ്കിൽ 2 കപ്പ് വെള്ളം. ഉപ്പ് നമ്മൾ ഊറ്റിയെടുക്കണതിനും നെയ്ച്ചോറ് വെക്കണതിനും ഉപ്പ് 2 രീതിയിലാണ് വെക്കുന്നത്. ഊറ്റിയെടുക്കണതിൽ ഇച്ചിരി കൂടുതൽ ഉപ്പിടും. നെയ്ച്ചോറ് പിന്നെ ആ വെള്ളത്തിൽ കിടന്ന് വറ്റണല്ലേ, അപ്പൊ ഇച്ചിരി ഉപ്പ് കുറവ് മതി. കാരണം വെള്ളത്തിലുള്ള കംപ്ലീറ്റ് ഉപ്പും ഈ അരിയിൽ പിടിക്കും. അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക, നാരങ്ങ പിഴിഞ്ഞൊഴിക്കും, പട്ട, കറിയാമ്പ്, ഏലക്ക, ബേ ലീഫ് അതെല്ലാം ഇട്ട് അത് വറ്റി നെയ്ച്ചോറാകുമ്പോൾ പിന്നെ 2 രീതി ചെയ്യാട്ടാ. ഈ നമ്മൾ ഈ വേവിച്ച് വെച്ച സാധനം വേവിച്ചിട്ട്, ഈ ചിക്കൻ വേവിച്ചതിന് ശേഷം ഇത് നെയ്ച്ചോറ് എടുത്ത് അതിന്റെ മുകളിലോട്ട് വെച്ച് ദമ്മിടാം. അല്ലാതെ ഈ പച്ചക്ക് ഈ സാധനം വെച്ചിട്ട് നമ്മളൊരു 50% റൈസ് ഇല്ലേ, അത് 50% ആകുമ്പോൾ ഊറ്റിയെടുത്തിട്ട് ഇതിന്റെ മുകളിൽ ഇട്ടിട്ട് പിന്നെ അപ്പൊ ഈ ചിക്കൻ അതിൻ്റെ അകത്ത് കിടന്ന് വെന്ത് ഈ ആവിയും കംപ്ലീറ്റ് റൈസിൽ ശരിക്കും അതിന്റെ ഒരു അത് പിടിക്കും. ബിരിയാണി പഠിച്ച പിന്നെ ദമ്പിന്റെ ടൈമിംഗ് ഉണ്ട്. ഒരു 5 മിനിറ്റ് നമ്മള് ഹൈ വെച്ചൊന്നും ഒട്ടിക്കാറില്ലേ, മെനക്കേടാണ്. കല്യാണ ബിരിയാണിയിലൊക്കെ ചെയ്യും, ഹോട്ടൽസിലൊക്കെ ചെയ്യുമായിരിക്കും. ഭാരം കയറ്റി വെക്കും. ഒരു വലിയ പാത്രത്തിൽ വെള്ളമോ അല്ലെങ്കിൽ നമ്മുടെ അവിടെ ചെറിയ അമ്മി സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് ആ കല്ലൊക്കെ എടുത്ത് വെക്കും. ആരാ എന്നിട്ട് സെലിബ്രിറ്റീസിന് ഭക്ഷണം പാചകം ഉണ്ടാക്കി കൊടുത്ത് ഭക്ഷണം കഴിച്ചിട്ട് നീ ഒരു അപാര ഷെഫാണ്, നല്ല പാചകം തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ്? സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്. എപ്പോ? അവര് പെരുന്നാളിന് വീട്ടിൽ കൊണ്ട് ഞാൻ ബിരിയാണി കഴിച്ചു. പുള്ളിക്ക് 2-3 സ്ഥലത്ത് നിന്ന് ബിരിയാണി കിട്ടി. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ 3 ടൈപ്പ് ഓഫ് ബിരിയാണി കഴിച്ചത്, അതിൽ ഏറ്റവും നമ്പർ 1 നിന്റെ ആയിരുന്നു പറഞ്ഞു. എനിക്ക് ഇത്തിരി അദ്ദേഹത്തിന് ഇപ്പം വൈഫും പറഞ്ഞു, മക്കളും പറഞ്ഞു. അപ്പൊ കോൺഫിഡൻസ് ആയി, അതിന്റെ ബിരിയാണി വെച്ച് കൊടുക്കാം. എപ്പോഴും അങ്ങനത്തെ ഒരു ഏരിയ ആലോചിച്ചിട്ടുണ്ടോ? അതായത് ഒരു കാറ്ററിംഗ് ബിസിനസ് ഒക്കെ തുടങ്ങി അങ്ങനത്തെ ഒരു ആലോചന ഉണ്ടായിരുന്ന? അല്ല, ഇപ്പൊ തോന്നി. ഇപ്പോഴാണല്ലോ ഞാൻ അതൊക്കെ ഈ കോവിഡിന് ശേഷമല്ലേ കുക്കിംഗ് ഒക്കെ പഠിച്ചേ. പക്ഷെ ഇതിനൊക്കെ ഒരു പ്രായമുണ്ട്. ഞാൻ കാറ്ററിംഗ് ഒക്കെ ഭയങ്കര സ്ട്രെയിനാണ്. ആ ചെറു പ്രായത്തിലേ കയറി അതിൽ അതൊക്കെ ചെയ്യണമെങ്കിൽ ഓക്കെ. കാറ്ററിംഗ് അത്ര ഈസി ഒന്നും അല്ലല്ലോ. കാരണം ഒരു വലിയ റിസ്ക്കാ. കാരണം 1000 പേർക്കും 3000 പേർക്കൊക്കെ വെച്ചിട്ട് ഫുഡ് മോശമെന്ന് പറഞ്ഞാൽ എന്തോരം പേരുടെ പഴി കേൾക്കണം. ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വയ്യാത്തൊരു മനുഷ്യനല്ലേ?
അല്ല, പ്രശ്നം വന്നാൽ അത് ഫേസ് ചെയ്തല്ലേ പറ്റൂ. ദൂരം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, അതൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്, അത് കവർ ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ സുരേഷിന്റെ കാര്യം പറഞ്ഞപ്പോഴേ, ഇപ്പൊ പ്രത്യേകിച്ച് അദ്ദേഹം MP ഒക്കെ ആയതിനു ശേഷം, കേന്ദ്രമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളായിട്ടുള്ള ബന്ധം അത്ര സൗകര്യമൊന്നുമല്ല, ഇതിന് ഫ്രിക്ഷൻ ഒക്കെ തന്നെ. അപ്പൊ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡൊക്കെ ആയിട്ട് പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നത്. സുരേഷ് ഗോപി എന്നുള്ള മനുഷ്യനെ അപ്പഹാജ് എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട്? എങ്ങനെയാ മനസ്സിലാക്കി? പഞ്ചഭാവ. മാധ്യമത്തിൽ വന്ന് പറയണമെന്ന് എനിക്കറിയാൻ പാടില്ല. അതൊന്നും നമ്മളത് നോക്കാറില്ല. സ്ട്രെയിറ്റ് ആയിട്ട് ആള് നോക്കണമെങ്കിൽ വളരെ പാവ. നമുക്ക് ഏത് സമയത്തും വിശ്വസിക്കാവുന്ന ഒരു സുഹൃത്താണ്. അല്ല, എന്താ വിശ്വസിക്കാതിരിക്കേണ്ട കാര്യം എന്താ? നമുക്കതിലൊന്നും ഇത് തന്നെയല്ല. അന്നത്തെ ബന്ധം ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ട. പിന്നെ പുള്ളി ഭയങ്കര ബിസിയായി, അടുത്ത പോലെ ഒന്നും കാണാൻ പറ്റാറില്ല. എനിക്ക് തോന്നുന്നു വീട്ടുകാർക്ക് തന്നെ പുള്ളിനെ കിട്ടാറില്ല എന്തോ. അല്ലേ? ഞാനെന്തെങ്കിലും ഉണ്ടെങ്കിൽ രാധികനെ വിളിക്കും, രാധികയുടെ അടുത്ത് കാര്യം പറയും, രാധിക കൺവേ ചെയ്യും. അങ്ങനെയാണ് കുറച്ചും കൂടി ഈസി. അല്ല, ബിസി അല്ല, ഫോൺ എടുക്കാനൊക്കെ പാടാ. എന്നാലും എടുക്കും കേട്ടോ, ഫ്രീ ആണെങ്കിൽ എടുക്കും. വീട്ടുകാരെയൊക്കെ ചോദിക്കും. ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ആളാ. കൃഷ്ണകുമാറിന്റെ കാര്യം പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ എല്ലാ ഹൈസിലും ലോസിലും ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ കാണുമ്പോഴേ അദ്ദേഹത്തിന് ഇപ്പൊ മറ്റ് ബിസിനസ്സുകൾ ഉണ്ടാവുന്ന കാര്യം എനിക്ക് വ്യക്തമല്ല. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിനാണ് ഇപ്പൊ ഇടവേളകളിലൊക്കെ അദ്ദേഹത്തിന് സിനിമ കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ റെഗുലറായിട്ട് ഇങ്ങനെ സിനിമ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നടനായിട്ടൊന്നും കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ജീവിതത്തിൽ സാമ്പത്തികപരമായിട്ടൊക്കെ ലോസ് ഉണ്ടാവുന്ന സമയത്തൊക്കെ അത് മനസ്സിലാക്കി അതിനൊപ്പം നിൽക്കാൻ സാധിച്ചിട്ടുണ്ടോ അപ്പഹാജിക്ക്? അങ്ങനെ നമ്മുടെ അടുത്ത് സാമ്പത്തിക കാര്യങ്ങളൊന്നും അങ്ങനെ പറയാറൊന്നുമില്ല. പക്ഷെ പുള്ളിയുടെ വൈഫ് പുള്ളിനെ ഭയങ്കരമായിട്ട് എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യും ആ ടൈമിലൊക്കെ. അതിനുശേഷം പുള്ളിയുടെ മക്കളിപ്പം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. മക്കള് നമ്മൾ ഈ കാണുന്ന സോഷ്യൽ മീഡിയയിലെ ആ പിള്ളേരൊന്നും അല്ല. അവരൊക്കെ ഭയങ്കര കാര്യവിവരമുള്ള പിള്ളേരാണ്, ഒരുപാട് ചാരിറ്റി ചെയ്യണ പിള്ളേരാണ്. പുറത്തൊന്നും അവര് പറയണ്ടാവില്ല, പക്ഷെ എനിക്കിങ്ങനെ ഉള്ളിൽ നിന്ന് അറിയണം മക്കളെയൊക്കെ. എല്ലാവരും ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യണം. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങളുടെ കിച്ചു, അതിന് കോച്ച് കിച്ചുവും സിന്ധുവും ഒക്കെ അതിനൊരു സ്ട്രെയിൻ എടുത്തിട്ടുണ്ട്. 4 പെൺപിള്ളേരെ വളർത്തുന്ന അത്ര ഈസി അല്ലല്ലോ. കിച്ചു തന്നെയാണ് അവരെയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വരാനൊക്കെ പ്രേരിപ്പിച്ചതൊക്കെ. ആ കോവിഡ് ടൈമില് ഇത് നിങ്ങള് സോഷ്യൽ മീഡിയയിൽ വാ എന്ന് പറഞ്ഞതൊക്കെ കിച്ചു തന്നെയാണ്. പിന്നെ സിന്ധുവിടെ സിന്ധു നല്ല സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ എല്ലാവർക്കും സെപ്പറേറ്റ് യൂട്യൂബ് ചാനലുകളും ഉണ്ട്, ആ കുടുംബത്തിൽ എല്ലാവർക്കും. കാണാറുണ്ടോ അതൊക്കെ? അന്ന് റിലീസ് ആണെങ്കിലും എത്ര ലക്ഷം പേരാ കാണുന്നത്. ഇപ്പൊ ദിയക്ക് കുട്ടിയുണ്ടായ എപ്പിസോഡൊക്കെ മില്യൺസ് ആണ് ആളുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു വളർച്ചയുണ്ടല്ലോ. ആ 4 കുട്ടികളും ഇന്നിപ്പം കേരളത്തിലെ ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, നല്ല സന്തോഷമാണ്. അവർ പിള്ളേർ നല്ല സ്മാർട്ട് പിള്ളേരാണ്. അവർ ജീവിക്കാൻ പഠിച്ച പിള്ളേരാണ്, ഹെൽപ്പ് ചെയ്യാൻ പഠിച്ച പിള്ളേരാണ്, ഫാദറിനെ മകനെ സപ്പോർട്ട് ചെയ്യാൻ പഠിച്ച പിള്ളേരാണ്. ഈ അവരെന്താ എന്നെ ആജാമാമൻ എന്ന് വിളിക്കണം, ആജാമാമൻ എന്ന് വിളിക്കണേ. ആജാമാമൻ അവര് മാത്രമേ ഉള്ളൂ അങ്ങനെ തന്നെ വിളിക്കണേ. അതുകൊണ്ട് ഭയങ്കര സന്തോഷം. കേൾക്കുമ്പോൾ ഒരു മനസ്സിനൊരു സുഖമാണ്, മനസ്സറിഞ്ഞ് വിളിക്കണ കേട്ടോ അവര്. ഇതിൽ ആരോടാ ഏറ്റവും അധികം അടുപ്പം, ഏറ്റവും അധികം ഫ്രണ്ട്ഷിപ്പ് ആരോടാ? അല്ല, അത് അമ്മു നമ്മൾ ചെറുപ്പം മുതൽ കാണണല്ലേ. അമ്മു ഓസിയാണ് നമ്മൾ ചെറുപ്പം മുതൽ കാണുന്നവർ. മറ്റവര് വന്നപ്പോഴത്തേക്കും നമ്മൾ പിന്നെ നമ്മളൊക്കെ ജീവിതത്തിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓട്ടമായി. മറ്റേത് ഞങ്ങൾ എന്നും കാണുന്ന ആൾക്കാരായിരുന്നു, ഞാനും കിച്ചുവും സിന്ധുവും. ഈ 2 പിള്ളേർ, കൂടുതൽ അമ്മു കുട്ടിയാണ് കൂടുതൽ അടുപ്പം എന്നോടും. ഓസിയും ഇപ്പൊ ഭയങ്കര ബിസിയായി. അപ്പൊ അഹാനൊക്കെ ആയാലും ശരി, അപ്പൊ അഹാന വളരെയധികം ടാലന്റ് ആയിട്ട് ഒരാളായിട്ട് തോന്നിയിട്ടില്ല. അവര് അഭിനയിക്കും, അവര് സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്, അവര് ഡയറക്ഷൻ ചെയ്യും, സ്വന്തമായിട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യും. അത്രയും അത് കുത്തിയിരുന്ന് പഠിക്കുകയാണ്. യൂട്യൂബ് നോക്കിട്ട് തന്നെ അവര് ഡിഗ്രി എന്തോ അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. അതല്ലാതെ പുതിയ എഡിറ്റിംഗ് ഹാക്സ് ഒക്കെ അവർ യൂട്യൂബ് നോക്കിയിട്ട് തന്നെ അപ്ഡേറ്റ് ആയിട്ട് അത് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഒരു അഭിമുഖത്തിൽ ഞാൻ പറയുന്നത് കേട്ടു, അഹാന അർഹിക്കുന്ന അവസരങ്ങളും അല്ലെങ്കിൽ അതൊന്നും അവർക്ക് സിനിമയിൽ നിന്ന് കിട്ടുന്നില്ല. ശരിക്കും അവർ ഇനി യൂസ് ചെയ്യാൻ അടി എന്നൊക്കെ പറഞ്ഞ പടത്തില് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടില്ലേ? വേറെ 2-3 പടത്തിലൊക്കെ ലൂക്കയിലൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പറയാറുണ്ടോ മോളെ നീ ശരിക്കും ഗംഭീരമായിട്ടുള്ള ആക്ടറാണ്, നിനക്ക് ഇനി അവസരങ്ങൾ വരും, അങ്ങനെ കോൺഫിഡൻസ് കൊടുക്കാറുണ്ടോ? അങ്ങനെ ഞാൻ കൊടുക്കാറില്ല. സിനിമ പറ്റി സംസാരിക്കാറില്ല മിക്കവാറും. നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ സംസാരിക്കാറ്. ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ സിനിമയെ പറ്റി ഞാൻ സംസാരിക്കാറില്ല. ഞങ്ങളുടെ വേറെ കാര്യങ്ങൾ സംസാരിക്കാറുള്ളൂ, സിനിമയെ പറ്റി ഞാൻ സംസാരിക്കാറില്ല. അവരോട് ചോദിച്ചോ, ഞാൻ അങ്ങനെ വല്ലതും സംസാരിക്കാറുണ്ടാന്ന്. അല്ല, അത് ഞാൻ കേട്ടിട്ടില്ല. അതായത് ഇപ്പൊ അവര് പറയുന്ന കഥകളിലായാലും ശരി, അല്ലെങ്കിൽ അപ്പഹാജ് എന്നുള്ള പേര് വരുമ്പോഴൊന്നും അവിടെ ഒന്നും സിനിമ ഉണ്ടാവില്ല, വേറെ എന്തെങ്കിലും ഹാപ്പനിങ്സോ ഒക്കെ ഉണ്ടാവുള്ളൂ. സിനിമയും
ഇതൊക്കെ അവർ നമ്മളെക്കാട്ടിയും കൂടുതൽ അവർ അഡ്വാൻസ്ഡ് ആണ്. പിന്നെ നമ്മൾ അവരുടെ അടുത്തൊന്നും പറയേണ്ട കാര്യമില്ല. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.